ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം, നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നു, എക്സാം ഡേറ്റും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. അതിൽ വെബ്കോൾ DCയുടെ എല്ലാം നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലാവരും ഏറ്റവും അധികം നിലവിൽ എഴുതാനായിട്ട് പോകുന്ന എക്സാമുകളിൽ ഒന്നാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെബ്കോൾ DCയും ഒരുപാട് ആസ്പിറൻസ് ഇപ്പോൾ ഒരുമിച്ച് നമുക്കറിയാം, നമുക്ക് 3 എക്സാം പ്രധാനമായിട്ട് നമ്മൾ ഒരുമിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട് അല്ലേ 10th ലെവലിൽ. അപ്പോൾ അതിൽ 2 എക്സാമുകൾക്കാണ് നമുക്ക് പ്രിലിംസ് എക്സാം വരിക, വെബ്കോൾ DCക്കും അതുപോലെ കമ്പനി ബോർഡ് LGSനുമാണ്. PSCയുടെ എക്സാം കലണ്ടറിൽ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നടക്കാൻ സാധ്യത, പ്രിലിംസ് നടക്കാൻ സാധ്യത എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ ഇപ്പോൾ നമുക്ക് ജൂലൈ മാസത്തിൽ നടക്കാനായിട്ട് പോവാണ്. മെയിൻസിന്റെ ഡേറ്റ് ആയിട്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതിൽ നമ്മൾ ഒരുപാട് നീണ്ടുപോകാനായിട്ട് സാധ്യതയില്ല. ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് വെച്ചിട്ട് പറയുന്ന സമയങ്ങളിൽ മാക്സിമം എത്രത്തോളം നേരത്തെയാണോ പറയാറുള്ളത് ആ ടൈമിൽ തന്നെ കൃത്യമായിട്ട് എക്സാം നമുക്ക് നടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഈ പറഞ്ഞ പ്രിലിംസിനാണെങ്കിലും നമുക്ക് 2 മാസം മാത്രമേ വരുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് മെയിൻസും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, എക്സാമിലേക്ക് നമുക്ക് എത്തും അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനുള്ള ടൈമോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ലിമിറ്റഡ് ദിവസങ്ങളിൽ ഈ പറയുന്ന പ്രിലിംസ് ഫോക്കസ് ചെയ്തിട്ട് തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എപ്പോഴും മെയിൻസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാമെന്നുണ്ടെങ്കിൽ, മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഏതും കൂടെ കംപ്ലീറ്റ് ചെയ്യാണ്, പ്രിലിംസിന്റെ സിലബസ് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാണ് അല്ലെ. നമ്മുടെ പ്രിലിംസും കംപ്ലീറ്റ് ചെയ്യാണ്. ഒരിക്കലും നിങ്ങൾ പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്ത് പ്രിലിംസ് എക്സാമും എഴുതിയതിനു ശേഷം മാത്രമായിട്ടല്ല നമ്മൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് എപ്പോഴും പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, പ്രിലിംസ് മാത്രം ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടോപ്പിക് നമ്മുടെ പെൻഡിങ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തന്നെ നമ്മൾ മെയിൻസ് വെച്ച് മാത്സ് വേണ്ടി ഒരു 20 മാർക്കിന് വേണ്ട ടോപ്പിക്സ് നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരാവശ്യവും വരുന്നില്ല. കാരണം രണ്ടും സെയിം ആണ്. ബാക്കി GK ആണെങ്കിൽ പോലും മെയിൻസിന്റെ സിലബസ് ആണ് കുറച്ചും കൂടെ വൈഡ്. അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ, പ്രിലിംസിലേക്ക് വരുമ്പോൾ വരുന്നുള്ളൂ. അപ്പൊ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം മെയിൻസിന് മുൻപായിട്ട് തന്നെ, അതല്ല പ്രിലിംസിന് മുൻപായിട്ട് തന്നെ മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ ആ സിലബസ് കവർ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ലിമിറ്റഡ് ടൈമിൽ നല്ല അടിപൊളിയായിട്ട് മെയിൻസ് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മെയിൻസ് ഫോക്കസ് ചെയ്തിട്ട് പ്രിലിംസ് നല്ല അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. സോ ഒറ്റ പഠനത്തിലൂടെ രണ്ടും ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇനി അങ്ങോട്ട് നമ്മളെ സംബന്ധിച്ച് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഇനി അങ്ങോട്ടുള്ള പഠനം എന്ന് പറയുന്നത് വെറുതെ പ്രിലിംസിന് വേണ്ടിയിട്ട് സിലബസ് കവർ ചെയ്യാന്നുള്ളതല്ല. നമ്മൾ പ്രിലിംസിന് മുൻപ് തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, നമ്മുടെ സിലബസ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യണം. വെറുതെ ക്ലാസ് കണ്ട് പഠിച്ചു പോകാന്നുള്ളത് മാത്രമാണോ? അല്ല, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രയോഗിക്കണം. അതിന് നമ്മൾ PYQ ബേസ്ഡ് റിവിഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലെ. PYQ ബേസ്ഡ് റിവിഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് PYQ ബേസ്ഡ് റിവിഷൻ ചെയ്യണം. കാരണം PYQs വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് പറ്റൂ അല്ലെ. എല്ലാം പഠിക്കണം. എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ടോപ്പിക് കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. കാരണം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഏരിയാസ് ഉണ്ട് 10th ലെവൽ എക്സാംസിന്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ PYQ ബേസ്ഡ് റിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതായത് പഠിക്കുന്ന ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് PYQs അറ്റൻഡ് ചെയ്യണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനത്തെ ഏരിയാസ് കുറച്ചും കൂടെ തറവായിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ PYQ ബേസ്ഡ് റിവിഷനും അറ്റൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് നമുക്ക് എക്സാം ഫിയർ എന്ന് പറയുന്ന കാര്യമൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് വീക്ക്, ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഫാക്ട്സ് പഠിച്ചാൽ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 10th ലെവൽ വരുമ്പോൾ SCRT വളരെ വലിയൊരു സോഴ്സ് ആയിരിക്കും അല്ലെ. SCRT വളരെ വലിയ സോഴ്സ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു, സയൻസ് നിങ്ങൾ എപ്പോഴും എന്ത് ബേസ് ചെയ്ത് മാത്രം പഠിക്കുക, SCRT ബേസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആണ്. 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ സയൻസിന്റെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സയൻസിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് SCRT തന്നെയാണ് അല്ലെ. SCRTയുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾ മാക്സിമം കവർ ചെയ്യണം. അതിൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിക്കണം അല്ലെ. അത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതിന് ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, കറന്റ് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇത്തരത്തിൽ ഈ വരാൻ പോകുന്ന 50 അല്ലെങ്കിൽ 60 ദിവസമുള്ള ഒരു 60 ഡേയ്സ് കൊണ്ടിട്ട് മാക്സിമം നേരത്തെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വരാൻ പോകുന്ന 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ട കംപ്ലീറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലിമിറ്റഡ് ടൈമിൽ പ്രിലിംസ് ക്രാഷ് ചെയ്യാനായിട്ട് കമ്പനി ബോർഡ് LGS വെബ്കോൾ DCയുടെ പ്രിലിംസ് ക്രാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ഈ ഫെസിലിറ്റീസ് എല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
സോ താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇപ്പോഴും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഐഡിയ ഇല്ല, നിലവിൽ നിങ്ങൾ ബാക്കിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ടൈം കളയണ്ട. ഈ 60 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ പ്രിലിംസ് നമുക്ക് കംപ്ലീറ്റ്ലി സെറ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ട് എത്രയും വേഗം സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻസ് ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.